ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ പ്രലോഭനം 10ാം ക്ലാസ്സിലെ മലയാളം ക്രിസ്മസ് പരീക്ഷയിൽ വളരെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ് പ്രലോഭനം എന്നുള്ള പാഠഭാഗം. ആ പാഠഭാഗവും ഡീറ്റെയിൽസൊക്കെ നമ്മൾ ആപ്പിനകത്ത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രലോഭനം എന്ന പാഠഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോവാണ്. അപ്പോൾ പാഠഭാഗത്തിലെടുക്കുക. പ്രലോഭനം എന്നുള്ള തലക്കെട്ട് നിങ്ങൾ നോക്കുക. എന്താ പ്രലോഭിപ്പിക്കുക? എന്തെങ്കിലും സമ്മാനങ്ങളോ മറ്റു വാഗ്ദാനങ്ങളോ നൽകിക്കൊണ്ട് ഒരാളെ ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രലോഭനം എന്ന് വിളിക്കാം. ഇവിടെ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ നിന്നെടുത്തതാണ് ഈ പ്രലോഭനം എന്നുള്ള പാഠഭാഗം. മക്കൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് ആട്ടക്കഥ? കഥകളിയുടെ സാഹിത്യ രൂപത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ആട്ടക്കഥ എന്ന് വിളിക്കുന്നത്. കഥകളിയുടെ സാഹിത്യ രൂപമാണിത് ആട്ടക്കഥ. എന്താണോ സ്ക്രീനിൽ നമ്മൾ കാണേണ്ടത് അത് എഴുതി വെക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? ആട്ടക്കഥ എന്ന് പറയാം. അപ്പോൾ കഥകളിയുടെ സാഹിത്യ രൂപത്തിനെയാണ് എന്ത് പറയുന്നത്? ആട്ടക്കഥ എന്ന് പറയുന്നത്. ഉണ്ണായി വാര്യർ ഒരു പ്രസിദ്ധനായ ആട്ടക്കഥാ രചയിതാവാണ്. ഉണ്ണായി വാര്യർ പ്രസിദ്ധനായ ഒരു ആട്ടക്കഥാ രചയിതാവാണ്. അദ്ദേഹത്തിൻ്റെ നളചരിതം ആട്ടക്കഥയിൽ നിന്നെടുത്തതാണ് ഈ പ്രലോഭനം എന്ന പാഠഭാഗം. അദ്ദേഹത്തിൻ്റെ നളചരിതം ആട്ടക്കഥ പുഷ്കരനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി കലിയും ദ്വാപരനും കൂടി വരുന്നത്. പുഷ്കരൻ ഭരണാധികാരം കിട്ടാത്തതിൽ മനസ്സ് മടുത്ത് ജീവിക്കുന്ന സമയത്ത് രാജഭരണം നിനക്ക് തരാമെന്ന് പറഞ്ഞ് പുഷ്കരൻ്റെ സ്വന്തം ജ്യേഷ്ഠനെതിരെ തന്നെ ആരെ നിർത്താൻ പോകുന്നു? കലി പുഷ്കരനെ നിർത്താൻ പോകുന്ന ഒരു ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. നമുക്ക് നോക്കാം. കഥയറിയാതെ ആട്ടം കാണുക എന്നത് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട ശൈലി പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ആശയം അല്ലെങ്കിൽ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യസ്വഭാവം അറിയാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് സെറ്റ്. കലാശം ചവിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നാണ് സെറ്റ്. ധനാശി പാടുക എന്ന് പറഞ്ഞാലും അവസാനിപ്പിക്കുക. അപ്പോൾ കലാശം ചവിട്ടുക, ധനാശി പാടുക രണ്ടും അവസാനിപ്പിക്കുകയാണെന്ന് ഓർമ്മിച്ച് വെക്കുക. കേളികൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യപ്പെടുത്തുക അല്ലെങ്കിൽ മുന്നറിവ് കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തത് തിരനോട്ടം. തിരനോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പാൽപമായി സൂചനകൾ നൽകുന്നതിനെയാണ് തിരനോട്ടം എന്ന് പറയുന്നത്. സെറ്റാണല്ലോ. കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിച്ചേക്കാം. സെറ്റാക്കി അങ്ങ് വെച്ചേക്കുക. ദെൻ നെക്സ്റ്റ്, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കെ പറയുക എന്നുള്ളതാണോ? ഈണത്തിൽ പറയുക എന്നുള്ളതാണോ? ചുരുക്കി പറയുക എന്നുള്ളതാണോ? പതുക്കെ പറയുക എന്നുള്ളതാണോ? എന്താണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറയുക. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, ദൂരത്തുനിന്നാരും വരികയില്ല നമ്മെ കാൺമാൻ. ആര് പറഞ്ഞ വാക്കുകളാണ്? മക്കൾ ഓർമ്മയിലേക്ക് വന്നോ? ആര് പറഞ്ഞ വാക്കുകളാണ്? ദൂരത്തുനിന്നാരും വരികയില്ല നമ്മെ കാൺമാൻ എന്ന് പറഞ്ഞത് ആരാണ്? പുഷ്കരനാണ്. ഈ സമയത്തുള്ള പുഷ്കരന്റെ മാനസികാവസ്ഥ എന്താണ്? ചേട്ടനോടുള്ള ഭക്തി കൊണ്ടാണോ ദൂരത്തുനിന്ന് ആരും വരികയില്ല നമ്മെ കാണുവാൻ എന്ന് പറയാൻ കാരണം? ചേട്ടനോടുള്ള ഭക്തി കൊണ്ടാണോ അല്ലെങ്കിൽ അപകർഷബോധം കൊണ്ടാണോ? നളന്റെ ദാനപ്രവൃത്തി കണ്ടിട്ടാണോ? തൻ്റെ ഏകാന്തത കൊണ്ടാണോ? ഏതാണ് ഉത്തരം? യെസ്, അപകർഷബോധമാണ് ഈ വാക്കുകളിൽ എന്ത് ചെയ്യുന്നത്? തങ്ങി നിൽക്കുന്നതെന്ന് നമ്മൾ ഉത്തരത്തിനകത്ത് എഴുതി വെച്ചേക്കുക. ദെൻ നെക്സ്റ്റ്, പുഷ്കര നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുതേ. കലിയുടെ ഈ സമീപനം നിലമറിഞ്ഞ് വിത്തിടുക എന്ന ചൊല്ലുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുക. പുഷ്കര നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുതേ എന്ന് പുഷ്കരനോട് ആര് പറയുന്നുണ്ട്? കലി പറയുന്നുണ്ട്. ഇത് നിലമറിഞ്ഞ് വിത്തിടുക എന്ന ചൊല്ലുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നോക്കുക. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചൊല്ലാണിത്. വിത്ത് വിതയ്ക്കുമ്പോൾ കൃഷിക്ക് യോജിച്ച നിലമാണോ എന്നറിയണം. യോജിച്ച നിലമാണെങ്കിൽ മാത്രമേ ആ വിത്ത് മുളച്ച് പൂർണ്ണ വളർച്ച നേടുകയുള്ളൂ. അതുപോലെ നിരാശനായി കഴിയുന്ന പുഷ്കരന്റെ മനസ്സ് മനസ്സിലാക്കിയാണ് കലി തന്ത്രം പ്രയോഗിച്ചത്. അത് ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുകയും ചെയ്തു. അതുകൊണ്ട് ഈ ചൊല്ല് അന്വർത്ഥമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചൊല്ലാണിത്. വിത്ത് വിതയ്ക്കുമ്പോൾ കൃഷിക്ക് യോജിച്ച നിലമാണോ എന്നറിയണം. യോജിച്ച നിലമാണെങ്കിൽ മാത്രമേ ആ വിത്ത് മുളച്ച് പൂർണ്ണ വളർച്ച നേടുകയുള്ളൂ. അതുപോലെ നിരാശനായി കഴിയുന്ന പുഷ്കരന്റെ മനസ്സ് മനസ്സിലാക്കിയാണ് കലി തന്ത്രം പ്രയോഗിച്ചത്. അത് ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുകയും ചെയ്തു. അതുകൊണ്ട് ഈ ചൊല്ല് അന്വർത്ഥമാണ്. സെറ്റാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വൈരി
ഞാൻ ആരാണ്? ശത്രുവാണ്. വൈരസേനിക്കുക, വീരസേനന്റെ മകൻ എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആരെയാണ്? നളനെയാണ്. നളന് ഞാനിവിടെ ആരാണ്? ശത്രുവാണ്. എന്നാൽ ഞാൻ കലി, തവ ഞാൻ മിത്രം, നിനക്ക് ഞാൻ ആരാണ്? കൂട്ടുകാരനാണ്. ഒരേ അച്ഛൻ്റെ 2 മക്കളിൽ ഒരാൾക്ക് ഞാൻ ആരാണ്? ശത്രുവാണ്, ഒരാൾക്ക് ഞാൻ ആരാണ്? മിത്രവുമാണ്. കലി ഇപ്രകാരം സ്വയം പരിചയപ്പെടുത്തുന്നതിലെ നാടകീയത വിശകലനം ചെയ്യുക. കലി ഇപ്രകാരം സ്വയം പരിചയപ്പെടുത്തുന്നതിലെ നാടകീയത വിശകലനം ചെയ്യുക. നോക്കുക, അത്യന്തം നാടകീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. യാതൊരു മുൻ പരിചയവും ഇല്ലാത്ത പുഷ്കരനെ കലി സമീപിക്കുന്നത് തന്നെ നാടകീയതക്ക് തുടക്കം കുറിക്കുന്നു. യാതൊരു മുൻപരിചയവും ഇല്ലാത്ത കലിയെ പുഷ്കരൻ സ്വീകരിക്കണമെന്നില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് താൻ നളന്റെ ശത്രുവാണെന്നും നിനക്ക് താൻ മിത്രമാണെന്നും പറയുന്നത്. ഇതും പറഞ്ഞാണ് വളരെ നാടകീയമായി കലി പുഷ്കരനെ സ്വയം പരിചയപ്പെടുത്തുന്നത്. കാര്യങ്ങളെല്ലാം താൻ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനുള്ള പ്രതിവിധിയുമായി വന്നിട്ടുള്ള വ്യക്തിയാണ് താനെന്നും തൻ്റെ കൂടെ നിന്നാൽ വിജയം ഉറപ്പാണെന്നുമുള്ള വിശ്വാസ്യത ഉറപ്പിക്കാൻ ഇത്തരം നാടകീയ ഇടപെടലുകൾക്ക് കഴിയും എന്നതാണ് വസ്തുത. മാത്രമല്ല, സ്വയം സർവാധിപതിയായി കരുതുന്ന ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളിലും ഇത്തരം ആജ്ഞാസ്വരങ്ങളും നാടകീയതയും നിറഞ്ഞു നിൽക്കുന്നത് വളരെ സ്വാഭാവികമാണ്. സെറ്റാണോ? അത്യന്തം നാടകീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. യാതൊരു മുൻപരിചയവുമില്ലാത്ത പുഷ്കരനെ കലി സമീപിക്കുന്നത് തന്നെ നാടകീയതക്ക് തുടക്കം കുറിക്കുന്നു. യാതൊരു മുൻപരിചയവുമില്ലാത്ത കലിയെ പുഷ്കരൻ സ്വീകരിക്കണമെന്നില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് താൻ നളന്റെ ശത്രുവാണെന്നും നിനക്ക് താൻ മിത്രമാണെന്നും പറയുന്നത്. ഇതും പറഞ്ഞാണ് വളരെ നാടകീയമായി കലി പുഷ്കരനെ സ്വയം പരിചയപ്പെടുത്തുന്നത്. കാര്യങ്ങളെല്ലാം താൻ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനുള്ള പ്രതിവിധിയുമായി വന്നിട്ടുള്ള വ്യക്തിയാണ് താനെന്നും തൻ്റെ കൂടെ നിന്നാൽ വിജയം ഉറപ്പാണെന്നുമുള്ള വിശ്വാസ്യത ഉറപ്പിക്കാൻ ഇത്തരം നാടകീയ ഇടപെടലുകൾക്ക് കഴിയും എന്നതാണ് വസ്തുത. മാത്രമല്ല, സ്വയം സർവാധിപതിയായി കരുതുന്ന ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളിലും ഇത്തരം ആജ്ഞാസ്വരങ്ങളും നാടകീയതയും നിറഞ്ഞു നിൽക്കുന്നത് വളരെ സ്വാഭാവികവുമാണ്. സെറ്റ്. ദെൻ നെക്സ്റ്റ്, പുഷ്കരനെ ജളൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? പുഷ്കരനെ ജളൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? തനിക്ക് ഒരു പരിചയം, എന്താ ജളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ജളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ഢി എന്നാണ് അർത്ഥം, അല്ലേ? ജളൻ, വിഡ്ഢി. പുഷ്കരനെ ജളൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? തനിക്ക് ഒരു പരിചയവും ഇല്ലാത്തവരോട് തൻ്റെ മനസ്സ് തുറക്കുകയും തന്നെ ചതിക്കാൻ വന്നവരെ തിരിച്ചറിയാതെ അവരുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് പുഷ്കരനെ ജളൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓർമ്മയിൽ വെക്കുക, തനിക്ക് 2 മാർക്കിന് ചോദിക്കും. തനിക്ക് ഒരു പരിചയവും ഇല്ലാത്തവരോട് തൻ്റെ മനസ്സ് തുറക്കുകയും തന്നെ ചതിക്കാൻ വന്നവരെ തിരിച്ചറിയാതെ അവരുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് പുഷ്കരനെ ജളൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സെറ്റ്. ദെൻ നെക്സ്റ്റ്, നളന് വേറെ കർമ്മം, നമുക്ക് കർമ്മം വേറെ. നളനും തനിക്കും വേറെ വേറെയാണ് കർമ്മങ്ങൾ എന്നതുകൊണ്ട് പുഷ്കരൻ അർത്ഥമാക്കുന്നത് എന്തൊക്കെയാവാം? പുഷ്കരൻ്റെ മനോനില മനസ്സിലാക്കാൻ എത്രത്തോളം സഹായകരമാണ് അയാളുടെ വാക്കുകൾ? വിശദീകരിക്കുക. പുഷ്കരൻ്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് പുഷ്കരൻ്റെ മനസ്സ് വായിച്ചെടുക്കാം. അത്യന്തം അസൂയാലുവും അസംതൃപ്തനുമാണ് പുഷ്കരൻ, അല്ലേ? നളൻ രാജാവായതിൽ അസൂയയുണ്ട്, അതിൽ സ്വയം അസംതൃപ്തിയുണ്ട്. നളൻ പ്രജാക്ഷേമ തൽപരനാകയാൽ സകല ജനങ്ങളുടെയും ആരാധനാപാത്രവുമാണ്. സുന്ദരീരത്നമായ ദമയന്തിയോടൊപ്പം ഐശ്വര്യവാനായിട്ട് കഴിയുന്നു. താനും രാജകുടുംബാംഗമാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അധികാരമില്ലായകയാൽ നളനെ എന്ന പോലെ തന്നെ ആരും കാണാൻ വരുന്നില്ല. അങ്ങനെ ആകെക്കൂടി ഒരു മങ്ങലോടെ അലസതയിൽ മുങ്ങിക്കഴിയുന്ന പുഷ്കരന്റെ മാനസികാവസ്ഥ ധ്വനിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. ഓക്കെ മക്കളെ, നോക്കുക. പ്രലോഭനം എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി പുഷ്കരൻ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ വിലയിരുത്തുക. പ്രലോഭനം എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി പുഷ്കരൻ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ വിലയിരുത്തുക. മഹാഭാരത കഥയിലെ ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒരു കഥാപാത്രമാണ് പുഷ്കരൻ. എന്നാൽ ആട്ടക്കഥയിൽ ഒരു പ്രതിനായകന്, ഒരു വില്ലന് ചേർന്ന സ്വഭാവ സവിശേഷതകളൊക്കെ അയാളിൽ ചേർത്ത് വ്യക്തി
വ്യക്തിത്വമുള്ള ഒരു കഥാപാത്രമാക്കി ഉണ്ണായി വാര്യർ അവതരിപ്പിച്ചിരിക്കുന്നു. ദൈന്യം, നളനോടുള്ള അസൂയ, അധികാരമോഹം, കർമ്മഫലത്തെക്കുറിച്ചുള്ള ചിന്ത, അസംതൃപ്തി, അസ്വാസ്ഥ്യം, മൂഢത്വം, അമർഷം തുടങ്ങിയ സ്വഭാവ സവിശേഷതകളാണ് പുഷ്കരന്റെ സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്നത്. സെറ്റാണോ? നോക്കുക. ഓക്കെ, ഇത്രയും സാധനം എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠമായിട്ട് ഉടനെ മാഷ് എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോയിൽ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.